ഗുഡ് മോർണിംഗ് എവരി വൺ. പിന്നെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ കെമിക്കൽ റിയാക്ഷൻ എന്ന ചാപ്റ്ററിലെ കുറച്ച് പാർട്സൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ടുഡേ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ദിസ് ഈസ് ദ മെയിൻ കോർ ഏരിയ ഓഫ് ദിസ് ചാപ്റ്റർ. അതായത് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കോമ്പിനേഷൻ റിയാക്ഷൻ, ഡികമ്പോസിഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷനും നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്കറിയാം ഡികമ്പോസിഷൻ റിയാക്ഷനിൽ തന്നെ നമ്മൾ 3 കാറ്റഗറി പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം. അതേപോലെ തന്നെ എക്സോതെർമിക് റിയാക്ഷൻ, എൻഡോതെർമിക് റിയാക്ഷനും കൂടി ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് വൺ ഈസ് കോമ്പിനേഷൻ റിയാക്ഷൻ. കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കമ്പൈൻ ടു ഫോം ആണ് അല്ലേ. കമ്പൈനിങ് ആണ് അവിടെ കാണുന്നത്. അതായത് 2 or more സിമ്പിൾ സബ്സ്റ്റൻസസ് കമ്പൈൻ ടു ഫോം 1 കോമ്പൗണ്ട്. ഓക്കെ, അതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ. ഗിവൺ എൻ എക്സാമ്പിൾ, CaO എന്ന് പറയുന്ന കാൽസ്യം ഓക്സൈഡും H2O എന്ന് പറയുന്ന വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് CaOH ട്വൈസ് പ്ലസ് ഹീറ്റാണ്. അതായത് എയും ബിയും കൂടി കമ്പൈൻ ചെയ്തിട്ട് എനിക്ക് പുതിയൊരു പ്രൊഡക്റ്റായിട്ട് C കിട്ടുന്നു എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു സിംഗിൾ സബ്സ്റ്റൻസ് ആണ്, ബി എന്ന് പറയുന്നതും ഒരു സബ്സ്റ്റൻസ് ആണ്. അത് കിട്ടുന്നത് ഒരൊറ്റ പ്രൊഡക്റ്റാണ്. ഇനി എയും ബിയും സി ഉണ്ടായാലും എനിക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരൊറ്റ കോമ്പൗണ്ട് ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഈ കോമ്പിനേഷൻ റിയാക്ഷനിൽ നമുക്ക് ഒന്നുകിൽ ഒരു എലമെൻറ്റും ഒരു കോമ്പൗണ്ടും കൂടി കമ്പൈൻ ചെയ്യാം, അല്ലെങ്കിൽ 2 എലമെൻറ്റുകൾ കമ്പൈൻ ചെയ്യാം, അല്ലെങ്കിൽ 2 കോമ്പൗണ്ടുകൾ കൂടി കമ്പൈൻ ചെയ്യാം. എങ്ങനെ ചെയ്താലും കമ്പൈൻ ടു ഫോം അനദർ കോമ്പൗണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് കോമ്പിനേഷൻ റിയാക്ഷൻ. ഈ റിയാക്ഷനിൽ നമുക്ക് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനെ പറ്റിയിട്ട് എക്സോതെർമിക് എൻഡോതെർമിക്കിൽ ഡിസ്കഷൻ പോവാം. ഇനി ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് ഓക്സിജൻ ഗിവ്സ് കാർബൺ പ്ലസ് ഓക്സിജൻ ഗിവ്സ് കാർബൺ ഡൈ ഓക്സൈഡ്. അതേപോലെ തന്നെ ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗിവ്സ് H2O. ഇതൊക്കെ നമുക്കിതിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, ഇനി ദ നെക്സ്റ്റ് വൺ ഈസ് ഡികമ്പോസിഷൻ റിയാക്ഷൻ ആണ്. The reaction in which a single react undergoes decomposition to give 2 or more product. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് സിംഗിൾ സബ്സ്റ്റൻസ് കമ്പൈൻ ചെയ്തിട്ട് 1 കോമ്പൗണ്ട് ഉണ്ടാവുന്നതാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡികമ്പോസിഷൻ റിയാക്ഷൻ. ദാറ്റ് മീൻസ് 1 കോമ്പൗണ്ട് ഡികമ്പോസസ് ഡിസസോസിയേറ്റ്സ് അല്ലെങ്കിൽ ഡികമ്പോസിഷൻ നടന്നിട്ട് എന്തായിട്ട് മാറാണ് 2 or more സിംഗിൾ സബ്സ്റ്റൻസ് ആയിട്ട് മാറാണ്. സി എന്ന് പറയുന്ന ഒരൊറ്റ കോമ്പൗണ്ട് കാൽസ്യം കാർബണേറ്റ് അതെന്തെയാണ് ഡികമ്പോസിഷൻ നടന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡായിട്ട് CaO CO2 ഒക്കെ ആയിട്ട് മാറും. അതാണ് ഡികമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഈ ഒരു റിയാക്ഷനിൽ നമുക്ക് എന്ത് വേണം? ഈ ഒരു റിയാക്ഷനിൽ ദേ ആർ ജസ്റ്റ് എൻ ഓപ്പോസിറ്റ് കോമ്പിനേഷൻ റിയാക്ഷനാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്കറിയാം യു ഹാവ് ടു ബ്രേക്ക് ഡൗൺ, അതായത് ഇവിടെ എന്താണ് ഒരു ബ്രേക്ക് ഡൗൺ ആണ് നടക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ നടക്കണമെങ്കിൽ അല്ലെങ്കിൽ ഡികമ്പോസിഷൻ നടക്കണമെങ്കിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എനർജി ആവശ്യമാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ബ്രേക്കേജ് നടക്കണമെങ്കിൽ ഇവിടെ എന്ത് വേണം? ഒരു എനർജി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഡികമ്പോസിഷൻ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ ബേസ്ഡ് ഓൺ ദ എനർജി സപ്ലൈ we can divide it into 3: thermal decomposition, അതേപോലെ തന്നെ ഫോട്ടോലിറ്റിക് ഡികമ്പോസിഷൻ ആൻഡ് ഇലക്ട്രോലിറ്റിക് ഡികമ്പോസിഷൻ. അതായത് നമുക്കറിയാം തെർമൽ ഡികമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇൻ ദ പ്രസൻസ് ഓഫ് ഹീറ്റിൻ്റെ പ്രസൻസിൽ നമ്മൾ ഡികമ്പോസിഷൻ നടക്കുന്നതിനെയാണ് അല്ലെങ്കിൽ റിയാക്ഷൻ നടക്കുന്നതിനെയാണ് നമ്മൾ തെർമൽ ഡികമ്പോസിഷൻ എന്ന് പറയാം. ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്നതിനെയാണ് നമ്മൾ ഫോട്ടോലിറ്റിക് ഡികമ്പോസിഷൻ എന്ന് പറയാം. അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിൽ നടക്കുന്നത് ബൈ യൂസിങ് ഇലക്ട്രിസിറ്റി അല്ലേ. അതായത് റിയാക്ഷൻ ഇൻ വിച്ച് ടേക്ക് പ്ലേസ് ബൈ യൂസിങ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തുകൊണ്ടാണെന്നെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇലക്ട്രോലിറ്റിക് ഡികമ്പോസിഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ യു റിമെമ്പർ ദാറ്റ് ഓൾവേസ് ഡികമ്പോസിഷൻ ടേക്ക് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് such type of energy supplied in the form of heat, അതേപോലെ sunlight and electricity.
ഓക്കെ, അത് പ്രത്യേകം നോട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ തെർമൽ ഡികമ്പോസിഷന് എക്സാമ്പിളായിട്ട് നമുക്ക് കാൽസ്യം കാർബണേറ്റിനെ തന്നെ എടുക്കാം. കാൽസ്യം കാർബണേറ്റ് ഡികമ്പോസിഷൻ നടന്നിട്ട് CaOയും CO2 ആയിട്ട് മാറാണ്. അപ്പോൾ എപ്പോഴും ഹീറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ഐക്കണ് കൊടുക്കും. അതായത് നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് എപ്പോഴും ഹീറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്, ഹീറ്റ് കൊടുത്തിട്ടാണ്, കാൽസ്യം കാർബണേറ്റിന് ഹീറ്റ് കൊടുത്തപ്പോഴാണ് എനിക്ക് CaO എന്ന് പറയുന്ന കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ PbNO3 ടൈസ് എന്ന് പറയുന്ന ലെഡ് നൈട്രേറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഹീറ്റ് കൊടുത്തപ്പോഴാണ് PbO എന്ന് പറയുന്ന ലെഡ് ഓക്സൈഡും നൈട്രജൻ ഡൈ ഓക്സൈഡും ഓക്സിജനും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് തെർമൽ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ ആണ്. ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഡീകമ്പോസിഷൻ നടക്കുന്നതിനെയാണ് നമ്മൾ ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ എന്ന് പറയാം. ഇവിടെ നമുക്കറിയാം ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷനിൽ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് AgBr ആണ്. AgBr എന്ന് പറഞ്ഞാൽ സിൽവർ ബ്രോമൈഡ്. നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു വാച്ച് ഗ്ലാസ്സിൽ കുറച്ച് സിൽവർ ബ്രോമൈഡ് എടുക്കുക, അതിനെ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. ദേ ക്യാൻ ഡിവൈഡഡ് ഇൻ ടു, ദേ ക്യാൻ സെപ്പറേറ്റഡ് ഇൻ ടു Ag+Br. ദാറ്റ് മീൻസ് അവിടെ ഡികമ്പോസിഷൻ നടക്കുകയാണ്. അതേപോലെ തന്നെ AgCl അല്ല സിൽവർ ക്ലോറൈഡിൻ്റെ കേസിലും സെയിം റിയാക്ഷനാണ്, Agയും ക്ലോറിനായിട്ട് മാറുകയാണ്. അപ്പോൾ അവിടെ ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷന് എക്സാമ്പിളാണ് അതെന്ന് പറയാം. ദെൻ നമുക്കറിയാം ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, അവിടും ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റിൻ്റെ പ്രസൻസിലാണ് നമുക്ക് എന്ത് നടക്കുന്നത്, ഫോട്ടോസിന്തസിസ് നടക്കുന്നത് അല്ലേ. ഫോട്ടോസിന്തസിസിൽ നമുക്ക് പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ വിത്ത് ദ പ്രസൻസ് ഓഫ് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ അവിടെ ഡീകമ്പോസിഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, അതേപോലെ വാട്ടറും കൂടി നമ്മൾ റോ മെറ്റീരിയലായിട്ട് എടുക്കുന്നു അല്ലേ. വിത്ത് ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ പിഗ്മെൻറ്റ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് C6H12O6 എന്ന് പറയുന്ന ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ ആണ്. അപ്പോൾ എനർജി ഈസ് ഇവിടെ എടുക്കുന്ന എനർജി അല്ലെങ്കിൽ എനർജി ഈസ് നെസസറി ഫോർ ദിസ് റിയാക്ഷൻ എന്താണ്, സൺലൈറ്റ് അല്ലേ. സൺലൈറ്റ് ഇല്ലാതെ അവിടെ എന്ത് നടക്കില്ല, ഇവിടെ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ മാത്രമേ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് നടത്താൻ പറ്റുള്ളൂ. ഇനി അടുത്തതാണ് ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ. ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ വിത്ത് ദ പ്രസൻസ് ഓഫ് അല്ലെങ്കിൽ ബൈ യൂസിങ് ഇലക്ട്രിസിറ്റി. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള തെർമൽ ഡീകമ്പോസിഷൻ എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഫെറിക് ഓക്സൈഡ് അല്ലേ. Fe2O3 എന്ന് പറയുന്ന FeSO4 എന്ന് പറയുന്ന ഫെറിക് സൾഫേറ്റ് ഡികമ്പോസിഷൻ നടന്നിട്ട് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫെറിക് ഓക്സൈഡും സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രൈഓക്സൈഡുമാണ്. അപ്പോൾ ഇവിടെ ഡികമ്പോസിഷൻ നടക്കുന്നു വിത്ത് ദ പ്രസൻസ് ഓഫ് ഹീറ്റ്, അതായത് ഹീറ്റിൻ്റെ പ്രസൻസിലാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടെയുള്ള കളർ ചേഞ്ച് മാറുന്നുണ്ട് അല്ലേ. അതായത് ഗ്രീൻ കളറായിട്ടുള്ള FeSO4 നമുക്ക് എന്തായിട്ട് മാറുന്നുണ്ട്, അതൊരു വൈറ്റ് കളറായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ സൾഫർ ഡയോക്സൈഡ് സൾഫർ ട്രൈഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബാഡ് സ്മെല്ലുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെയാണ് PbNO3. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ലെഡ് നൈട്രേറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഹീറ്റ് കൊടുത്തപ്പോൾ PbOയും നൈട്രജൻ ഡയോക്സൈഡൊക്കെ ആയിട്ട് മാറുന്നു എന്നുള്ളത് അതും അവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്ലൈഡ് നോക്കിയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇനിയുള്ളതാണ് നമുക്ക് എന്താണ് AgCl അല്ലെങ്കിൽ AgBrൻ്റെ ലൈറ്റിൻ്റെ പ്രസൻസിലുള്ള ഡീകമ്പോസിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷന് ബെസ്റ്റ് എക്സാമ്പിളാണ് H2O. വാട്ടർ എന്ത് ചെയ്യാണ്, സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ എന്ത് ചെയ്തപ്പോഴാണ്, നമ്മൾ ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്തപ്പോൾ അല്ലേ. ഇലക്ട്രിസിറ്റിയെ നമ്മൾ എന്ത് ചെയ്യാണ്, ബൈപാസിങ് ഇലക്ട്രിസിറ്റി, അതായത് ഇലക്ട്രിസിറ്റിയെ കടത്തിവിട്ട സമയത്ത് നമ്മുടെ വാട്ടർ സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ദാറ്റ് മീൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിസിറ്റി റിയാക്ഷൻ ടേക്ക് പ്ലേസ്. ഓക്കെ, അപ്പോൾ ഇതാണ് തെർമൽ ഡീകമ്പോസിഷൻ, ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ, അതേപോലെ തന്നെ ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ. എല്ലാത്തിനും എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ഇവിടെ എൻഡോതേർമിക് റിയാക്ഷനും എക്സോതേർമിക് റിയാക്ഷനും ഉണ്ട്.
എല്ലാ ഡീകമ്പോസിഷൻ റിയാക്ഷനും എൻഡോതേർമിക് റിയാക്ഷനാണ്. ദ റിയാക്ഷൻ ഇൻ വിച്ച് ഹീറ്റ് ഈസ് റിക്വയർഡ് ഓൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഈസ് എൻഡോതേർമിക് റിയാക്ഷൻ. അതായത് നമുക്കറിയാം ഏത് ടൈപ്പ് എനർജി ആയിക്കോട്ടെ നമുക്ക് എന്താ പറയുക, എനർജി കൊടുത്താൽ മാത്രമേ നമുക്ക് ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ എൻഡോതേർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഹീറ്റിനെ കൊടുത്തുകൊണ്ട് നമ്മൾ റിയാക്ഷൻ നടത്തുകയാണ്. അതായത് ഹീറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ട്. ഇവിടെ FeSO4 എന്ന് പറയുന്ന ആളെ അവിടെ ഡീകമ്പോസിഷൻ നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവിടെ ഹീറ്റിനെ കൊടുക്കണം അല്ലേ. അപ്പോൾ ആ ഹീറ്റിനെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ റിയാക്ഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അതായത് വിത്ത് ദ പ്രസൻസ് ഓഫ് ഹീറ്റിലാണ് ഇത് ഡികമ്പോസിഷൻ നടന്നിട്ട് Fe2O3യും SO2യും SO3യും ഒക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ എല്ലാ ഡീകമ്പോസിഷൻ റിയാക്ഷനും എൻഡോതേർമിക് റിയാക്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, ഹീറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇവിടെ റിയാക്ഷൻ നടക്കുന്നത്. ദാറ്റ് മീൻസ് എന്താണ്, നെസസറി അല്ലെങ്കിൽ എനർജീസ് റിക്വയർഡ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇവിടെ നമുക്ക് ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആര് വേണം, ഹീറ്റ് ഈസ് റിക്വയർഡ് അല്ലെങ്കിൽ ഹീറ്റ് ഈസ് നെസസറി ഫോർ ദിസ് റിയാക്ഷൻ. ഓക്കെ, ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എക്സോതേർമിക് റിയാക്ഷൻ. എക്സോതേർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കാൽസ്യം ഓക്സൈഡിനെ എടുത്തു അല്ലേ, അതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത സമയത്ത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാൽസ്യം CaO+H2O ഗിവ്സ് CaOH2+H2+ ഹീറ്റാണ് എനിക്ക് കിട്ടുക. അതായത് ഈ ഒരു റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല, അവിടെ ഹീറ്റിനെ ഞാൻ കൊടുത്തിട്ട് പോലുമില്ല. പക്ഷേ ഈ റിയാക്ഷൻ, ആഫ്റ്റർ ദി റിയാക്ഷൻ ഞാൻ ആ ഒരു ടെസ്റ്റ് ട്യൂബ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് ഹൗ ടു ഫീൽ, എനിക്ക് നല്ല ഹീറ്റ് അവിടെ അനുഭവപ്പെടും, നല്ല ടെമ്പറേച്ചർ അനുഭവപ്പെടും. അപ്പോൾ ദാറ്റ് മീൻസ് അവിടെ ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. ദാറ്റ് മീൻസ് എക്സോതേർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ലിബറേറ്റിംഗ് അല്ലെങ്കിൽ റിലീസസ് ഹീറ്റ് അല്ലെങ്കിൽ റിലീസിങ് ഹീറ്റ് എന്ന് പറയാം. റിലീസസ് ഹീറ്റ്, ഹീറ്റിനെ ലിബറേറ്റ് ചെയ്തുകൊണ്ടാണ് റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് എക്സോതേർമിക് റിയാക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഓക്കെ ആണല്ലോ. ഓക്കെ, then the next reaction is displacement reaction. We know that in a football play we can see that in the football playing time we can see that സബ്സ്റ്റിറ്റ്യൂട്ട് വിളിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ടല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് വിളിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പകരം മറ്റൊരാളെ കയറ്റുക എന്നുള്ളതിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് വിളിക്കുക എന്ന് പറയാം. അതേപോലെ തന്നെയാണ് നമുക്കിവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ദ റിയാക്ഷൻ ഇൻ വിച്ച് മോർ റിയാക്റ്റീവ് എലമെൻറ്റ് ഡിസ്പ്ലേസസ് ലെസ് റിയാക്റ്റീവ് എലമെൻറ്റ്. അതായത് നമുക്കൊരു റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ റിയാക്ഷനിൽ മോർ റിയാക്റ്റീവായിട്ടുള്ള എലമെൻറ്റും ഉണ്ടാവും, ലെസ് റിയാക്റ്റീവായിട്ടുള്ള എലമെൻറ്റും ഉണ്ടാവും. മോർ റിയാക്റ്റീവായിട്ടുള്ള എലമെൻറ്റ് എന്ത് ചെയ്യും, ലെസ് റിയാക്റ്റീവായിട്ടുള്ള എലമെൻറ്റിനെ അവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്തിട്ട് ആ ഒരു പ്ലേസ് മോർ റിയാക്റ്റീവ് എലമെൻറ്റ് ഒക്കുപ്പൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയാം. ഇവിടെ ഹൈഡ്രജന് ആണ് HCl ആണ് ഇവിടെ കോമ്പൗണ്ടായിട്ട് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ അതിലെ ലെസ് റിയാക്റ്റീവ് മെറ്റലായിട്ടുള്ള ഹൈഡ്രജനെ നോൺ മെറ്റലായിട്ടുള്ള ഹൈഡ്രജനെ എന്ത് ചെയ്യാണ്, ഡിസ്പ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, Zn പോയിട്ട് അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് ഹൈഡ്രജനെ ഒറ്റപ്പെടുത്താണ്, അതായത് പുറത്താക്കുകയാണ് ചെയ്യുക. അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയാം. അപ്പോൾ മോർ റിയാക്റ്റീവ് മെറ്റൽ എപ്പോഴും ലെസ് റിയാക്റ്റീവ് മെറ്റലിനെ എന്ത് ചെയ്യും, ഡിസ്പ്ലേസസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പഠിച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് ഇവിടെയും സിങ്ക് എന്ന് പറയുന്ന ആൾ Cu എന്ന് പറയുന്ന കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്തു. മോർ റിയാക്റ്റീവ് മെറ്റൽ ആരായിരിക്കും, സിങ്ക് ആയിരിക്കും. അയാൾ പോയിട്ട് ലെസ് റിയാക്റ്റീവ് മെറ്റലായിട്ടുള്ള കോപ്പറിനെ അവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്തിട്ട് കോപ്പറിനെ സെപ്പറേറ്റ് ആക്കി. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഓക്കെ ആണല്ലോ. ഇവിടെ ഒരു പിക്ക് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു പിക്ക് കൊടുത്തു എന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ പിക്കിൽ ഒന്നുമില്ല, ആദ്യം ഇവർ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു, പിന്നീട് മോർ റിയാക്റ്റീവായിട്ടുള്ള
ടോവിനോ വന്നിട്ട് എന്ത് ചെയ്യാണ്, പ്രണവിനെ ഡിസ്പ്ലേസ് ചെയ്യാണ്. ജസ്റ്റ് അത് ഇതായിട്ട് കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 2 അയേൺ നെയിലിനെ എടുത്തിട്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഞാനതിനെ ഡിപ്പ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഇതിലുള്ള Fe അയേൺ എന്ത് ചെയ്യാണ്, ഇതിലുള്ള Fe പോയിട്ട് Fe ആണ് മോർ റിയാക്റ്റീവ് മെറ്റൽ, അത് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് കോപ്പറിനെ അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്തിട്ട് അവിടെ Fe പോയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ ഡിയർ, നമുക്ക് ഇതിൻ്റെ ബാക്കി പാർട്ട് അടുത്ത പാർട്ടിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.